തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പടിവാതിൽക്കലെത്തി. ഇനി നോട്ടിഫിക്കേഷനൊക്കെ വന്നാൽ മതി. പക്ഷേ ഇപ്പോഴും സംശയം CPM ആണോ, അല്ലെങ്കിൽ CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയാണോ അധികാരത്തിലേക്ക് വരിക, അതോ കോൺഗ്രസ് UDF തിരിച്ചെത്തുമോ, ഇനി അതല്ല BJP വലിയ ബൂം സൃഷ്ടിക്കുമോ, ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത. പക്ഷേ അടിത്തട്ടിലുള്ള പ്രവർത്തനം നോക്കിയാൽ CPMന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരും. കോൺഗ്രസിനും അല്ലെങ്കിൽ മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന UDFന് ഒരു അടിത്തറയില്ലാത്ത പ്രവർത്തനമുണ്ട്. BJPക്കാണെങ്കിൽ മുൻപുള്ളതിനെക്കാട്ടും വലിയൊരു ഹൈപ്പ് കിട്ടുന്നുണ്ട്. ആർക്കായിരിക്കും മുൻഗണന? ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന, നമ്മൾ കേരളത്തിൽ കാണാൻ പോകുന്ന ഒരു സംഗതി, അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് BJP ഉണ്ടാക്കാൻ പോകുന്ന നേട്ടമായിരിക്കും. ഏറ്റവും വലിയ ലൂസർ എന്ന് പറയുന്നത് UDF തന്നെയായിരിക്കും. കാരണം UDF ഇപ്പം നേരത്തെ സിനു പറഞ്ഞതുപോലെ താഴേക്കിടയിൽ അതിൻ്റെ സംഘടനാ ശേഷി അല്ലെങ്കിൽ സംഘടനാ സംവിധാനം തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്. മറ്റൊന്ന് എൻ്റെ നേതൃത്വത്തിനെ നോക്കുക. നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലേക്ക് നോക്കുക. ഇത്രയും അവ്യക്തതയും അസംഘടിതവും അല്ലെങ്കിൽ എന്താ പറയുക, ഡിസോർഡറായിട്ടുള്ളൊരവസ്ഥ എനിക്ക് തോന്നുന്നില്ല ഈ സമീപ ഭാവിയിലെങ്ങും ഉണ്ടായിട്ടുള്ള സംശയമാണ്. പണ്ട് കരുണാകരൻ അന്യുള്ള സമയത്ത് 2 സിംഗേ ഉണ്ടായിരുന്നുള്ളൂ സംഗതി. അതെ അതെ. ഇതിപ്പോൾ അതല്ല, എത്ര ഗ്രൂപ്പുകളാണ്. ഇപ്പം മെനഞ്ഞാന്ന് തൊട്ട് വേറൊരു ഗ്രൂപ്പ് സജീവമായി, അതാ KC വേണുഗോപാൽ ഗ്രൂപ്പ് സജീവമായി, യാഥാർത്ഥ്യമായി എന്നുള്ളൊരവസ്ഥയിലേക്ക് ആകെ ഒരു മുഖ്യമന്ത്രി കസേരയുണ്ട്. UDF ജയിക്കുകയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി കസേരയുള്ളൂ. എത്ര പേരാണ് കാമുകന്മാരതിനകത്ത്, അല്ലേ? അതെ. അപ്പം ഇങ്ങനെയുള്ളൊരവസ്ഥ നേതൃത്വത്തിൽ നിൽക്കുന്നു. അവർക്ക് എങ്ങനെയാണ് സംഘടനാശേഷി നോക്കാൻ കഴിയുക? ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രാദേശികമായിട്ട് ഇറങ്ങി ചട്ടുല്ലമാക്കി നിർത്തേണ്ട ഒരു സമയമാണിത്. രാജീവ് ചന്ദ്രശേഖർ വന്ന സമയത്ത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഈസ് എ ബിസിനസ് മാൻ, സംശയമില്ലാത്ത കാര്യമാണ്, ഷ്രൂഡ് ബിസിനസ് മാൻ. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ടൂൾസ് തന്നെയാണ് അദ്ദേഹം പൊളിറ്റിക്സിലും ഇത്തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വന്ന ഉടനെ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്തത്, ഫസ്റ്റ് പ്രയോറിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പ്, അത് പരമാവധി സീറ്റിൽ ഒപ്പിക്കുക, 10,000 അംഗങ്ങൾ ഒപ്പിക്കുക എന്നുള്ളതാണ് പുള്ളി ഇട്ടിരിക്കുന്ന ടാർഗറ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിനിടയ്ക്ക് ജില്ലകളെ പിന്നെ വിഭജിച്ചു, അല്ലേ? ഒരു ജില്ലകളെ തന്നെ ഈ പിന്നെ പാർട്ടിക്ക് പ്രത്യേക ഈ ഒരു ജില്ലയെ 1-2 വീതിച്ച് ഓരോരുത്തർക്ക് ചുമതല കൊടുത്തു. അവർക്ക് കൃത്യമായിട്ടുള്ള പിന്നെ ഡയറക്ഷൻസ് കൊടുക്കുന്നു. അവരതനുസരിച്ച് എല്ലാം ആഴ്ചയും അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ട് റിവ്യൂ ചെയ്യുന്നു. അപ്പോൾ റിസൾട്ട് ഓറിയൻ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഫോക്കസ് അതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് അവിടെ സ്ഥാനാർത്ഥി നിർത്താതിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം BJP ഉന്നയിച്ചത്, ഞങ്ങൾക്ക് അതിലേക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാസങ്ങൾ എത്രയായി, അല്ലേ? ആ സമയത്ത് അവർ പറഞ്ഞാൽ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് പാർട്ടിക്ക് വലിയ സ്വാധീനമില്ല, ശ്രദ്ധ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ആ ലെവലിലേക്ക് പോകുന്നു. അതേപോലെ CPM എടുത്ത് നോക്കിയാൽ CPM വളരെ ശക്തമായിട്ട് താഴേക്കടയിൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട്, വിശേഷിച്ചും കഴിഞ്ഞ 5 വർഷങ്ങളിൽ നിരന്തരം എന്നോണം പാർട്ടി അണികൾക്ക് ഓരോരോ പ്രോഗ്രാമുകൾ കൊടുത്തിട്ടും ഓരോ പദ്ധതികൾ കൊടുത്തിട്ടും അവരെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പാർട്ടിയിലെ ഭാരവാഹിത്വമുള്ളവർക്കുള്ള റെമ്യൂണറേഷൻ, ഇങ്ങനെ താഴെ ഘടകം വളരെ ചട്ടുലമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ CPMനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടല്ലോ. അവർ മാത്രമല്ല, അവർ വളരെ സസൂക്ഷ്മം ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന അവരുടെ ആ പ്രത്യേക രീതിയുണ്ട്, ട്രെയിനിങ് ഉണ്ടല്ലോ അവരുടെ. അപ്പോൾ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്കാണ് അവിടെയാണ് ഈ കോൺഗ്രസിൻ്റെ ദൗർബല്യവും അതേപോലെ തന്നെ നേതൃത്വത്തിലുള്ള തമ്മിലടിയും ഒരു സംഘടിതമായ, ഇപ്പം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വന്നു, എന്തെങ്കിലും ഒരു കാര്യമായ ലീഡർഷിപ്പ് ഇമ്പാക്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. KPCC പ്രസിഡന്റ് ഉള്ളത് പോലും അറിയാത്ത എത്ര കോൺഗ്രസ്. ഇപ്പോഴും നമ്മളൊരു പുറത്തിറങ്ങിയിട്ട് ആരാണ് KPCC പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കില്ല, ആരാണ്, പേരിട്ടതില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ളതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ. പിന്നെ അതുപോലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മറ്റേ ടീം കോൺഗ്രസിനെ ഡെവലപ്പ് ചെയ്ത് തന്നതാണ് സതീശൻ, അല്ലേ? ബാക്കി കോൺഗ്രസിനകത്തുള്ള ഓൾഡീസിനെ മുഴുവൻ പിന്നിലേക്കാക്കി ടീം കോൺഗ്രസ് എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോഴത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സാധനം വെച്ചു കൊടുത്തു. അതോടുകൂടി ടീം ദയ കിടക്കണം.
അപ്പോൾ അതേ സമയത്ത് ഒരുപാട് നല്ല നേതാക്കന്മാരുള്ള ഏക പാർട്ടി ഇന്ന് കോൺഗ്രസ് ആണ്. അതെ, പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം ഇപ്പം ഈ KC വേണുഗോപാലിൻ്റെ അടുത്ത് വന്നിച്ച് മാധ്യമപ്രവർത്തകർ അല്ല, താങ്കൾ ഇനി കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകണോ? ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ ശ്രദ്ധ എവിടെയാണ്, പക്ഷേ കസേരയിലല്ല. ഇതിന് ശേഷം ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകർ VD സതീശൻ്റെ അടുത്തേക്ക് ചോദിക്കുമ്പോൾ VD സതീശൻ മുകളിലേക്ക് പോയിട്ട് പറയണേ റെഡ് അലർട്ടാണെന്ന്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഈ നേതാക്കൾക്കിടയിൽ ഈ ഐക്യമില്ലായ്മ ഉള്ളിടത്തോളം കാലം എങ്ങനെ താഴെ തട്ടിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അതെ. പിന്നെ മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വാസ്തവം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഈ നമ്മൾ വിചാരിക്കുന്നത് പറ്റുമെങ്കിൽ നമ്മൾ മലയാളികൾ 3 നേരം കുളിക്കാൻ നോക്കും. ഉച്ചയ്ക്ക് ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് കുളിക്കാത്തത്. എന്നിട്ട് അക്ഷരങ്ങളെല്ലാം വായിക്കാൻ അറിയാം. പക്ഷെ ഇപ്പൊ അക്ഷരങ്ങൾ മുഴുവനൊക്കെ പലയിടത്തും ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ തെറ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. പലയിടത്തും സാക്ഷരത ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അത് വേറൊരു വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി എന്താണെന്നോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ചോദിച്ചു, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 100 പേരെടുത്ത് ചോദിച്ചു നോക്കുക, ഇവിടുത്തെ എറണാകുളത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരെന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നില്ല എത്ര പേര് പറയും എന്നുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊരു സംവിധാനം ഉണ്ടോ എന്ന് പോലും പലർക്കും അറിയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 94-ൽ ഇത് നിലവിൽ വരുന്ന അന്ന് മുതൽ ഇത് ത്രിതല സംവിധാനമാണ്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രാദേശിക സർക്കാരായിട്ട് മാറേണ്ട സാധനം, അതിനുള്ള പവേഴ്സും ഉണ്ട്. ഉദാഹരണത്തിന് എലപ്പുള്ളിയിൽ ബ്രുവറി കേന്ദ്രത്തിന് അധികാരം സംസ്ഥാന സർക്കാരും കൊടുത്തു, സകല സാങ്ഷനും കൊടുത്തു. പക്ഷേ തുടങ്ങിയാൽ മതി. പക്ഷെ എലപ്പുള്ളി പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ല. തകർന്നു പോയി അല്ലേ? അതാണ് പഞ്ചായത്തിന് അധികാരത്തിന് നമുക്ക് നിശ്ചയിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടുത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലെക്ചറേഴ്സ്, അതുപോലെ ജേർണലിസ്റ്റ്, എന്തിനാ പറയുന്നത്, ഏതാണ്ടൊരു സീനിയർ ജേർണലിസ്റ്റിന്റെ അടുത്ത് 2-3 പേരെടുത്ത് ഞാൻ പരീക്ഷണാർത്ഥത്തിൽ ചോദിച്ച സാധനമാണ് ഈ ഗ്രാമസഭയിലെ അല്ലെങ്കിൽ വാർഡ് സഭയിലെ അംഗങ്ങൾ ആരാണ്. ഒട്ടും അതിശക്തി പറയുകയല്ല, ഈ സീനിയർ ജേർണലിസ്റ്റുകൾക്ക് പോലും, അതായത് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പോലും പെട്ടെന്ന് നിങ്ങളുടെ വാർഡിലെ മെമ്പർ ആരാണെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഈ വാർഡ് സഭയിലെ അംഗങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു 70% ആൾക്കാർക്കും അറിയില്ല. കാര്യം വാർഡ് സഭയിൽ, അതായത് ഗ്രാമസഭയുണ്ടല്ലോ, ഈ ഗ്രാമസഭയിലെ അംഗങ്ങളെന്ന് പറഞ്ഞാൽ ആ വാർഡിലെ മുഴുവൻ ജനങ്ങളുമാണ്. ആ മുഴുവൻ ജനങ്ങളും കൂടിയിരുന്നില്ല തീരുമാനിക്കേണ്ടത്. ആ എലപ്പുള്ളി ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും കൂടിയിരുന്നിട്ട് ഭൂരിപക്ഷം വിചാരിക്കുകയാണ് ഇനി എത്ര വലിയ സ്വാധീനശേഷിയുള്ള സ്ഥാപനമാണെങ്കിലും ഞങ്ങൾ തീരുമാനിക്കുന്നു, ഞങ്ങൾക്ക് ഇവിടെ അത് വേണ്ട, പണി കഴിഞ്ഞു. അതാണ് ഈ തദ്ദേശ സ്വയംഭരണ പ്രാദേശിക സർക്കാർ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ EMS എന്ന് പറഞ്ഞത് 94-ൽ EMS പറഞ്ഞിരുന്നു, ഈ പ്രാദേശിക സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാന തലത്തിൽ 5 മന്ത്രിമാരുടെ ആവശ്യമുള്ളൂ. ഓരോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ജില്ലാ മുഖ്യമന്ത്രിയായിട്ട് മാറണം. ശരിക്കും അങ്ങനെയാണ് മാറേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഗ്രാമസഭയിൽ നമുക്ക് കാര്യങ്ങൾ നിശ്ചയിക്കാവുന്ന അവസ്ഥ വരും. അപ്പം നമ്മുടെ കയ്യിലേക്ക് അധികാരം വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ അജ്ഞതയാണ് ഇപ്പം എല്ലാവരും മുതലെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പരാജയപ്പെട്ടു. 94 ഇത്രയും വർഷമായി ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പരാജയം കൂടെ അല്ലേ ഇത്? അല്ലേ? അല്ലെങ്കിൽ സിനുജി പുറത്തിറങ്ങി ചോദിച്ചു നോക്കൂ, വാർഡ് സഭയിൽ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് തന്നെ അറിയാവുന്നു. ഐ ആം ഷുവർ പലർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ സാധാരണ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായ ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലവിലുള്ള ഈ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ സംഭവം ഈ തെരഞ്ഞെടുപ്പിൽ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ഒരു ദയനീയമായ പരാജയവും അതോടൊപ്പം തന്നെ BJPയുടെ ഒരു നേട്ടവുമായിരിക്കും. തീർച്ചയായിട്ടും CPM അവരുടേതായിട്ടുള്ള നില നന്നായിട്ട് ഒരു ഭദ്രമാക്കി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരു സംശയം വേണ്ട. മാത്രമല്ല ചില സൂചനകളും കിട്ടും അതിനകത്തുനിന്ന്. അതെ. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നെ മാസങ്ങൾക്കകലെ വന്ന് നിൽക്കുകയാണ് അല്ലേ? അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ച് ഒരു നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ പ്രാദേശിക ഘടകങ്ങളുടെ മാത്രം നേട്ടമല്ലത്, അത് പൊളിറ്റിക്കൽ ഗെയിനാണ്. രാഷ്ട്രീയമായി അവർ കേരളത്തിൽ നേടുന്ന ഏറ്റവും വലിയ വിക്ടറി ആയിരിക്കും. അതെ. അപ്പോൾ അത് കണ്ടിട്ട് വേണം പിന്നീട് UDFന് അല്ലെങ്കിൽ LDF അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വളരെ അനുകൂലമായ ഘടകമാവും. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ CPM ശ്രമിക്കുന്നത് അത് തന്നെയാണ്, ഒരു ട്രയാങ്കിൾ കോൺട്രാസ്റ്റിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.